വെറും 26 ലക്ഷം രൂപക്ക് 4 ബെഡ്റൂമോട് കൂടിയിട്ട് ഒരു വീട്, അതും 1400 സ്ക്വയർ ഫീറ്റിൽ. അതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അസ്സലാമലൈക്കും, നമസ്കാരം. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ കുറേ ഡിസൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ബഡ്ജറ്റ് കളയാതെ ഉള്ള ബഡ്ജറ്റിൽ നല്ല സൗകര്യത്തിൽ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ പറ്റിയൊരു വീടാണ് കേട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. വെറും 26 ലക്ഷം രൂപക്ക് 1400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ട് വരുന്ന ഒരു വീടാണ് കേട്ടോ ഇത്. അതും വെറും 7.5 സെന്റ് സ്ഥലത്ത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നല്ലേ, ഈ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് പുറത്തൂരുള്ള അക്യുപഞ്ചർ ഡോക്ടറായ ഷാക്കിറാന്റെയും ഹസ്ബൻഡ് ഷുഹൈബിന്റെയും വീടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന്റെ മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ആദ്യം വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ ഒന്ന് നോക്കിയാലോ. അപ്പൊ നമ്മുടെ എക്സ്റ്റീരിയർ ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ബോർഡേഴ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മളിതേ ഇവിടെ കയറി വരുമ്പോഴേ നേരെ കാണുന്നത് ഇവിടുത്തെ കാർപോച്ച് ആണ് കേട്ടോ. 2 പില്ലർ കൊടുത്തിട്ട് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ കാർപോച്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യം വരുന്നുണ്ട് കേട്ടോ. 2 പില്ലേഴ്സിലായിട്ട് നോക്കുകയാണെങ്കിലും ക്ലാഡ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ദെൻ മുകളിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ വീടിന്റെ ചുറ്റുഭാഗത്തായിട്ടും ഇതുപോലെ ജിഐയിൽ റെയിലിംഗിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വന്നിട്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. പിന്നെ ഫ്രണ്ട് വ്യൂ നമുക്ക് കറക്റ്റ് കിട്ടാത്തത് ഫ്രണ്ടിലായിട്ട് കുറച്ച് മരങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും മാക്സിമം നമ്മളിത് എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മളിത് ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ 2 വശത്തായിട്ട് ഇതേ പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. കാർപോച്ചിലെ പില്ലറിൽ കൊടുത്ത സെയിം ക്ലാഡ് ടൈൽ തന്നെയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിലായിട്ടാണ് സിറ്റിംഗ് ഏരിയ വരുന്നത്. ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ താഴത്ത് നോക്കുകയാണെങ്കിൽ അതേ ഷേപ്പിൽ തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പും വരുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് മാർബിൾ ആണ് കേട്ടോ. നമ്മുടെ കാർപോച്ചിൽ നിന്നാണ് ഇവിടെ സിറ്റ് ഔട്ടിലേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത്. അവിടെ ആയിട്ടും ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു സ്റ്റീലിന്റെ ഡബിൾ ഡോർ വരുന്നുണ്ട്. കൂടാതെ നമ്മൾ കയറി വരുമ്പോഴേ കാണുന്ന തരത്തിൽ ഇവിടെ വോളിലായിട്ട് ഹൗസ് നെയിമും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇരിക്കാനതേ ഇതുപോലെ 2 കഫേ ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് വോളിലായിട്ട് ഇതാ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. സീലിംഗ് അതേ ഇവിടെ നോർമൽ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ തേക്കിന്റെ വുഡില് 3/4 കാല് വരുന്ന ഡബിൾ ഡോർ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഡോറിലായിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ട് സ്റ്റീലിന്റെയും 2 ഗ്ലാസിന്റെ ഒക്കെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിന്റെ 2 ഹാൻഡിലും വരുന്നുണ്ട്. മുകളിലേക്ക് വരുമ്പോൾ ഒരു അറബിക് ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അകത്തെ വിശേഷങ്ങൾ നോക്കിയല്ലേ. കയറി വരുമ്പോഴേ നമ്മൾ ഇതേ വലിയൊരു ഹാളിലേക്കാണ് കേട്ടോ എത്തുന്നത്. ഇവിടെ ലിവിംഗ് ഡൈനിങ് എന്ന് പറഞ്ഞ് പാർട്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളിതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിലായിട്ട് ഇതേ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡിൽ നല്ല കംഫർട്ട് ആയിട്ടുള്ള സോഫയാണ്. ഏകദേശം ഒരു 19,000 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇനിയിപ്പോ അവിടെ ബാക്ക് ബോളിലായിട്ട് ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ക്ലോക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാർട്ടീഷൻ ബോൾ ഒന്നും വരുന്നില്ലെങ്കിലും സീലിംഗിലായിട്ട് ഇതേ ഒരു ബോർഡർ കൊടുത്തിട്ട് അതിലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ്ങിൽ 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ വലിയൊരു ടേബിൾ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഈ സെറ്റിന് ഒരു 32,000 രൂപയാണ് ആയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ ഈ ഒരു സ്പേസിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. അവിടെ അത്യാവശ്യം വലിയൊരു വാഷ് ബേസിൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാക്ക് വോളിലായിട്ട് ഇതാ ഇതുപോലെ വുഡൻ ലൂവേഴ്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് ഒരു കുഞ്ഞു LED ലൈറ്റ് മിററും വരുന്നുണ്ട്. മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇതുപോലെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോട്ടല് 4 ബെഡ്റൂം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഞാൻ ഒക്കെ ഒന്ന് എവിടാന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം ഇതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അവിടുന്ന് നമ്മളിതേ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കൂടാതെ ദേ ഇവിടെ ആയിട്ട് നമ്മുടെ ഹോളിലെ കോമൺ ബാത്റൂം കാണാം. പിന്നെ ദേ ഇവിടെ ആയിട്ട് 2ാമത്തെ ബെഡ്റൂം. കൂടാതെ ദേ നമ്മുടെ സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3ാമത്തെ ബെഡ്റൂമും വരുന്നുണ്ട്. ഒരു ബെഡ്റൂം വന്നിട്ട് മുകളിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് നോക്കിയാലോ. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വോളിലേക്ക് വരുമ്പോൾ 4 വശത്തായിട്ട് 4 സിംഗിൾ വിൻഡോസ് ആണ് വരുന്നത്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്.
ഇനി ഇവിടെ ഈ ഭാഗത്ത് വോളിലായിട്ടാണ് കേട്ടോ നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് വാർഡ്രോബ് ആണ്. ഈ റൂമിലായിട്ട് ഇതാ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ബാത്റൂം നോക്കുകയാണെങ്കിലും ദേ ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയന്റെ യൂണിറ്റും വരുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ദേ ഈ ഭാഗത്ത് വരുന്ന ബെഡ്റൂം നോക്കാവേ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ വുഡിന്റെ ഒരു റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ വോളിലായിട്ട് 4 വശത്ത് 4 സിംഗിൾ വിൻഡോസ് ആണ് വരുന്നത്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഇതാ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ബാത്റൂം വന്നിട്ട് ഇതേ നല്ല സൗകര്യത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഒരു സിമ്പിൾ ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇത് ഒരു ഫാമിലി കോട്ട് വരുന്നുണ്ട്. സിംഗിൾ വിൻഡോസ് ആണ് കേട്ടോ വോളിലായിട്ട് വരുന്നത്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇനി ഇവിടെ ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹോളിലെ ഈ കോമൺ ബാത്റൂം ഒന്ന് നോക്കാം. ഈ ബാത്റൂമിലായിട്ട് ഗ്ലോസറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ. പകരം വാഷിംഗ് മെഷീന്റെ ഒരു പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് പോകുന്നതിന്റെ മുന്നായിട്ട് മുകളിൽ വരുന്ന ഒരു ബെഡ്റൂം കൂടി നോക്കില്ലേ. അപ്പൊ നമ്മൾ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ സ്റ്റെയർ മൊത്തത്തിൽ ഇതാ മാർബിൾ ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഹാൻഡ് റെയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റീലിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വുഡാണ് വരുന്നത്. നമ്മുടെ സ്റ്റെയറിന്റെ താഴെ ഒരു കുഞ്ഞു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ സ്റ്റെയർ ഏരിയയിലെ വോളിലായിട്ട് വെന്റിലേഷന് വേണ്ടി ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു ബാത്റൂമും ഒരു ബെഡ്റൂമും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റൂം വന്നിട്ട് നോക്കുകയാണെങ്കിലും ഇതേ നോർമൽ ആയിട്ടുള്ള ഒരു റൂമാണ്. ഫർണിച്ചേഴ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ വീടിന്റെ മൊത്തത്തിലുള്ള പ്ലാനിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഹൗസ് ഓണേഴ്സിനാണ് കേട്ടോ. സോ കറക്റ്റ് ഒരു പ്ലാനോ സൈസോ കാര്യമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ അറിയിക്കാട്ടാ. ഇവിടെ ഹോളിൽ ആ ഒരു ബാത്റൂമിലായിട്ട് ഇതേ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ വരുന്നത്. നല്ല സൗകര്യത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മുടെ കിച്ചൺ ഒന്ന് നോക്കിയല്ലേ. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നല്ല സൗകര്യത്തിൽ വരുന്ന അത്യാവശ്യം വലിയൊരു കിച്ചൺ ആണ് കേട്ടോ ഇത്. മൊത്തത്തിൽ വൈറ്റ് കളറിലാണ് കേട്ടോ ഇവിടെ ടൈല് കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പോഴേനുള്ള ഒരു വോളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ എൽ ഷേപ്പിലായിട്ട് നല്ല വലിയൊരു റാക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. റാക്കിന്റെ ബേസിലായിട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഓരോന്നിനും അതത് ക്യാബിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പത്തേ നമ്മളിവിടെ മുകളിലേക്ക് വരുമ്പോൾ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് യൂണിറ്റ് കൊടുത്ത് നമുക്ക് ക്രോക്കറിക്കുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 2 വശത്തായിട്ട് മറ്റു ക്യാബിനൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഇവിടെ റാക്കിലായിട്ടാണ് ഗ്യാസ് സ്റ്റവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സിങ്ക് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ സിങ്കിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ആയിട്ട് ഒരു വാട്ടർ പ്യൂരിഫയറും അതുപോലെ തന്നെ അതേ വോളിലായിട്ട് തന്നെ പാത്രങ്ങളൊക്കെ വെക്കാവുന്ന രീതിക്ക് 2 ക്യാബിനും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വർക്ക് ഏരിയന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിന്റെ ആ ഒരു സ്പേസ് വന്നിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു കുഞ്ഞു വർക്ക് ഏരിയ ആണ് കേട്ടോ വരുന്നത്. ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ അടുപ്പ് വരുന്നുണ്ട്. അടുപ്പിന് താഴെ വിറക് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോർ ആണ് കേട്ടോ അവിടെ വരുന്നത്. കൂടാതെ ഇവിടെ സ്റ്റോർ റൂം വരുന്നില്ല. പകരം നമുക്ക് സ്റ്റോറേജ് ഒക്കെ വെക്കാവുന്ന രീതിക്ക് വലിയൊരു യൂണിറ്റ് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അത് മാത്രമല്ല ഇവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ക്രോക്കറി ഐറ്റംസ് സെറ്റ് ചെയ്യാവുന്ന രീതിക്കും കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന രീതിക്ക് ഒരു ഓപ്പൺ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വീടിന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. പിന്നെ ഇതുപോലെ ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുടെ ഡീറ്റെയിലിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഒന്ന് കയറി കണ്ടോക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.